കേരള കോൺഗ്രസ് എം ഓർമ്മയാകും എന്നുറപ്പിക്കാനാണ് പി.ജെ. ജോസഫിന്റെ ശ്രമം. കെ.എം. മാണി ജീവിച്ചിരുന്ന കാലഘട്ടമത്രയും പി.ജെ. ജോസഫിനെ ഒതുക്കാൻ ജോസ് കെ മാണി കളിച്ച എല്ലാ കളികൾക്കുമുള്ള മറുപണി എന്ന രീതിയിൽ തന്നെയാണ് പി.ജെ. ജോസഫ് നീങ്ങുന്നത്. അദ്ദേഹം ഇപ്പോൾ മോൻസ് ജോസഫിനെ മുന്നിൽ നിർത്തിയാണ് കളിക്കുന്നത്. കടുത്തുരുത്തി എം.എൽ.എ ആയ മോൻസ് ജോസഫും പി.ജെ. ജോസഫും മാത്രമാണ് നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ എം.എൽ.എമാർ. എന്നാൽ വളരെ വൈകാതെ തന്നെ പാലാ എം.എൽ.എ ആയിട്ടുള്ള മാണി സി കാപ്പൻ കൂടി ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തും എന്നത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതോടുകൂടി ജോസഫ് ഗ്രൂപ്പ് പ്രബലമാകും. അതോടൊപ്പം തന്നെ കോട്ടയത്തെ എം.പി ആയിട്ടുള്ള ഫ്രാൻസിസ് ജോർജും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേതാവാണ്. അങ്ങനെ വരുമ്പോൾ രണ്ടില ചിഹ്നം ഒടിയും എന്ന് വ്യക്തമാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങിക്കാൻ തങ്ങളെ കൊണ്ടാകും എന്ന നിലയിലേക്ക് തന്നെയാണ് പി.ജെ. ജോസഫ് മാറുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മാണി കോൺഗ്രസ് വിട്ടുകഴിഞ്ഞിരിക്കുന്നു. മധ്യ തിരുവിതാംകൂറിൽ രാഷ്ട്രീയപരമായി പി.ജെ. ജോസഫിന്റെ ഗ്രൂപ്പ് അതിപ്രസരം നേടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാണി കോൺഗ്രസിന് ഇനി ഒരിക്കലും മുന്നോട്ട് കുതിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇടതുപക്ഷത്തിൽ ശരിക്കും പൊതിഞ്ഞു പോവുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. റോഷി അഗസ്റ്റിൻ്റെ ജനകീയത നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇടുക്കിയിൽ കോൺഗ്രസിൻ്റെ അഥവാ UDFിൻ്റെ ലീഡ് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. തീർച്ചയായും റോഷി അഗസ്റ്റിന് പാലായിലേക്ക് തിരിച്ച് വണ്ടി കയറാം. അങ്ങനെ വരുമ്പോൾ മാണി കോൺഗ്രസ്സിന് ഇനി ഒരിടത്തും ഗ്രിപ്പുണ്ടാവുകയില്ല. ജോബ് മൈക്കിളും അതുപോലെ തന്നെ N ജയരാജുമെല്ലാം മാണി കോൺഗ്രസ് വിട്ടാൽ തീർച്ചയായും പി.ജെ. ജോസഫ് ഗ്രൂപ്പിൻ്റെ സർവാധിപത്യം തന്നെയായിരിക്കും. ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും ആശ്ചര്യത്താൽ ഇരിക്കുകയാണ്. ജോസ് കെ മാണിക്ക് ഇനി ഒരിക്കൽ കൂടി MP ആകാൻ കഴിയാത്ത വണ്ണം വലിയ രീതിയിലുള്ള കത്രിക പൂട്ട് തന്നെയാണ് പി.ജെ. ജോസഫ് ഗ്രൂപ്പ് പൂട്ടിയിരിക്കുന്നത്. രാഷ്ട്രീയപരമായി പി.ജെ. ജോസഫിന് ജോസ് കെ മാണിയോട് വ്യക്തിവൈരാഗ്യം കൂടിയുണ്ട്. പി.ജെ. ജോസഫ് ഒരിക്കൽ കെ മാണി ജീവിച്ചിരുന്ന സമയത്ത്, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് മത്സരിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചതാണ്. അന്ന് എല്ലാത്തിനും തടയിട്ടത് ജോസ് കെ മാണി തന്നെയാണ്. അന്നായിരുന്നു തോമസ് ചാഴിക്കാടനെ മുന്നിൽ നിർത്തി വലിയ ഒരു ഗെയിം പ്ലാൻ ചെയ്തത്. അതിൻ്റെ ഫലമായി തോമസ് ചാഴിക്കാടൻ അന്ന് ജയിച്ചു. എന്നാൽ ഇക്കുറി പി.ജെ. ജോസഫ് ഫ്രാൻസിസ് ജോർജിനെ ഇറക്കി തോമസ് ചാഴിക്കാടനെ നിലംപരിശാക്കുകയാണ് ചെയ്തത്. ഇതോടുകൂടി കെ.എം. മാണിയുടെ മകന് ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു: രാഷ്ട്രീയത്തിൽ ഇനി അധിക നാൾ നിലനിൽക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ വേരോടെ പിഴുതെറിയാൻ മധ്യ തിരുവിതാംകൂറിൽ കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പും ആഞ്ഞു ശ്രമിക്കുകയാണ്. കെ.എം. മാണി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും കോൺഗ്രസ് കെ.എം. മാണിയുടെ എല്ലാ കാര്യങ്ങളെയും അനുഗമിച്ചിരുന്നില്ല. അധികാരമോഹിയും വല്ലാതെ എല്ലാ തരത്തിലും നേടിയെടുക്കാൻ സ്വന്തം പാർട്ടിയെ കൊണ്ട് സാധിക്കുമെന്ന് വിചാരിച്ച കെ.എം. മാണിയുടെ രാഷ്ട്രീയത്തെ ഇനി കോൺഗ്രസ് പിന്തുണയ്ക്കില്ല എന്ന് വ്യക്തമാണ്. ജോസഫ് ഗ്രൂപ്പിനെ വാഴിക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ ശ്രമം.